ഞാൻ ഉടമ്പടി മുടക്കത്തേ ഇല്ല. കാരണം ഉടമ്പടി പുതുക്കുമ്പം ഓരോ വട്ടവും എൻ്റെ അമ്മയൊക്കെ പറയും, ഞാൻ ഹിന്ദുവാണ്. അന്നേരം അമ്മയൊക്കെ പറയും, നീ എന്തിനാ ഇങ്ങനെ പോയി ചെയ്യുന്നത്, അതിനും കൂടി പൈസയും കടമെടുത്താണ് നമ്മളിവിടെ വരുന്നത്. അന്നേരം കടവ് ബാധ്യതയായിട്ട് നീ വന്ന് ഇവിടെ വന്ന് ഇത് ചെയ്യുമ്പം വീണ്ടും ഓരോ മാസവും ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്കറിയാം അമ്മ എനിക്ക് വലിയ കാര്യം സാധിച്ചു തരുമെന്ന്. കാരണം എനിക്ക് തീർച്ചയായും അമ്മയോട് ഞാൻ എപ്പോഴും പറയും, അമ്മ എനിക്ക് തരുന്ന വലിയ കാര്യം. എൻ്റെ ഭർത്താവ് പറയും, എല്ലാവരും ചോദിക്കും, എന്നെ അറിയുന്ന എല്ലാവരും ചോദിക്കും, എന്തിന് നീ ഇങ്ങനെ പോകുന്നു. കാരണം ഒരു ദിവസം, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാനിവിടെ വരും. ഞായറാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കേൾക്കും, ഞാൻ വീട്ടിൽ പോവും. പിറ്റേ ആഴ്ചയാകുമ്പോൾ പൈസ കാണത്തില്ല. എവിടുന്ന് ആരെങ്കിലും അന്ന് ശനിയാഴ്ച ഞാൻ പറയും, മാതാവേ നാളെ വരാൻ എൻ്റെ കയ്യിലില്ല പൈസ കേട്ടോ എന്ന് ഞാൻ മാതാവിനോട് പറയും. എവിടുന്നെങ്കിലും പൈസ കിട്ടും. ഞാൻ ആ പൈസയും കൊണ്ട് ഇവിടെ വരും. ബാക്കി വീട്ടിൽ ഒരു കാര്യം നടന്നില്ലെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വരും, മാതാവിനെ കാണും, മാതാവിനോട് കരയും പറയും. ഇവിടെ എന്നെ അറിയാത്ത ആരുമില്ല, കാരണം എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അന്നേരം എനിക്ക് അത്രയും വിശ്വാസമാണ്. കാരണം അതിന് എനിക്ക് ബാധ്യതകൾ കൂടെ വീട്ടിൽ എന്നെ എല്ലാവരും വഴക്ക് പറയുക. കാരണം ബാധ്യത കൂടി, പിന്നെ ജോലിയില്ലാത്ത അവസ്ഥ, ഹസ്ബൻഡിന് ജോലിയില്ല, എനിക്ക് ജോലിയില്ല, പിന്നെ ലോണിൻ്റെ ബാധ്യത, ലോണ് വന്ന് ജപ്തി നോട്ടീസ് വരെ വന്ന് അതുമായിട്ട് ഞാൻ വീണ്ടും അച്ഛനെ കാണാൻ വന്ന്. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ, അച്ഛനെ കണ്ട് ഭവനം വിറ്റ് നമുക്ക് അത്രയ്ക്ക് ബാധ്യതയെന്ന് പറഞ്ഞാൽ ആരോടും അത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ ഇവിടെ വന്നിരിക്കുന്ന മാത്രമേ ഉള്ളൂ എനിക്ക് സമാധാനം. ഏറ്റവും സമാധാനം എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിന്ന് ആ ഒരു ദിവസം ഞാൻ സന്ധ്യയാവാതെ പോകത്തില്ല. രാത്രിയാവും വീട്ടിൽ ചെല്ലാൻ, എങ്കിലും ഞാൻ പോകത്തില്ല. കാരണം ഇവിടെ ഇരിക്കും, മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരയും. എന്നിട്ട് മാതാവ് എല്ലാം അമ്മ എനിക്ക് സഹായിച്ചു തരും. എന്നിട്ട് ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നത് എന്തുവാ പറയുക, എൻ്റെ അമ്മ എനിക്ക് വലിയൊരു കാര്യം സഹായിച്ചു തരാനിരിക്കുക, അത് മതി എനിക്ക്. എല്ലാവരും ചോദിക്കും, എന്തിനു പോകുന്നു, ഇങ്ങനാണോ ഈ ബാധ്യത എന്ന് പറഞ്ഞ് കൂടി വന്നപ്പം ഇതെന്തുകൊണ്ട് 2 വർഷത്തിന് മുമ്പ് നീ ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ വസ്തു വിറ്റില്ല, എന്തുകൊണ്ട് ഭവനം വിൽക്കാത്ത, ചോദിക്കാൻ എന്ന് വെച്ചാൽ പോളണ്ടിൽ പോകാൻ കൊടുത്ത്, UK പോകാൻ കൊടുത്ത്, പിന്നെ സൗത്ത് കൊറിയയ്ക്ക് കൊടുത്ത്, എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ എവിടെല്ലാം ഞാനും ഹസ്ബൻഡും കൂടി കൊടുക്കാൻ ഇൻ്റർവ്യൂ വരും, ഇൻ്റർവ്യൂ പാസ്സാവും, അല്ല തോറ്റുപോകും. എവിടെ ഇൻ്റർവ്യൂ നടത്തിയാലും ഞങ്ങൾ ഫോണിൽ കൂടി ഇൻ്റർവ്യൂ നടത്തിയാലും ഞങ്ങൾ തോറ്റുപോവുകയാണ്. എന്നിട്ടും ഞങ്ങൾ വീണ്ടും എവിടെ പോകാൻ വേണ്ടി വീണ്ടും കൊടുക്കും. പിന്നെ ഞാൻ ഒന്നാം നിയോഗമായി വെച്ചത് എനിക്ക് അമേരിക്കയിലെ വിസ പാസ്സാക്കി തരണമെന്നാണ്. ആ നിയോഗം എല്ലാ പ്രാവശ്യം പുതുക്കുമ്പോഴും ഞാൻ അത് തന്നെ എഴുതി വെക്കും. പക്ഷെ അത് നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം അതിൻ്റെ നിർത്തി വെച്ചേക്കുകയാണെന്ന്